കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ സേവനം നടത്തുന്ന ഓട്ടോറിക്ഷകൾക്ക് സിറ്റി പെർമിറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് BMS. പെർമിറ്റ് ഇല്ലാതെ കോർപ്പറേഷൻ പരിധിയിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകളെ സ്റ്റാൻഡിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് മാനുഷിക പരിഗണന ഉയർത്തിപ്പിടിച്ച BMS മുന്നോട്ട് വന്നത്. കോർപ്പറേഷൻ വിപുലീകരണത്തിന്റെ ഭാഗമായി എലത്തൂർ, ബേപ്പൂർ, ചെറുവണ്ണൂർ, നല്ലളം പഞ്ചായത്തുകളെ കോർപ്പറേഷന്റെ ഭാഗമാക്കിയപ്പോൾ അവിടെ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷകൾക്ക് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ സർവീസ് നടത്താനുള്ള സിറ്റി പെർമിറ്റ് നൽകിയിരുന്നില്ല. എന്നാൽ അവരെ സർവീസ് നടത്താൻ അനുവദിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വർഷങ്ങളായി ഓട്ടോറിക്ഷ തൊഴിലിനെ ഉപജീവന മാർഗമായി കണ്ട് സേവനം നടത്തുന്ന തൊഴിലാളികളെ സ്റ്റാൻഡിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് മനുഷ്യത്വ വിരുദ്ധമാണെന്നും നിലവിൽ കോർപ്പറേഷൻ പരിധിയിൽ സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്ക് സിറ്റി പെർമിറ്റ് നൽകണം എന്നുമാണ് BMS ആവശ്യപ്പെടുന്നത്. കോർപ്പറേഷന്റെ പരിധി വർദ്ധിപ്പിക്കുന്നതിന് മുൻപ് റൂറൽ ഏരിയകളായിട്ടുള്ള ഈ പറഞ്ഞ പഞ്ചായത്തുകളിലും പഞ്ചായത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലെല്ലാം ആയിട്ട് റൂറൽ ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരുന്നവർ ഇന്നിപ്പോൾ അത് CC ഉള്ള വണ്ടി വേണം, അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയായി എന്ന് പറഞ്ഞിട്ട് 16-20 വർഷമായിട്ട് അവിടെ ഓട്ടോറിക്ഷ ഓട്ടുന്ന തൊഴിലാളികളെ ഒറ്റയടിക്ക് യാതൊരു അവരെ ഒന്ന് പുനരധിവസിപ്പിക്കാനുള്ള നടപടികളൊന്നും ഇല്ലാതെ എടുത്തു മാറ്റുക എന്ന് പറയുന്നത് മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടിയാണ് എന്നാണ് BMSന്റെ അഭിപ്രായം. നിലവിൽ സിറ്റി പെർമിറ്റുള്ള 6000-ഓളം വാഹനങ്ങളാണ് കോഴിക്കോട് നഗരത്തിലുള്ളത്. എന്നാൽ ഇവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിറവേറ്റാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെയില്ല. മാത്രമല്ല, മുൻപ് ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളായിരുന്ന പല സ്ഥലങ്ങളിലും ഇപ്പോൾ നോ പാർക്കിംഗ് ബോർഡുകൾ വെച്ചെന്നും ഇത് സിറ്റിയിലെ ഓട്ടോ തൊഴിലാളികൾക്ക് തിരിച്ചടിയായെന്നും ആരോപണമുണ്ട്. നോ പാർക്കിംഗ് ബോർഡുകളാണ് ഒട്ടുമിക്ക ടൗണുകളിലും കാണുന്നത്. 2-3 വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഓട്ടോറിക്ഷ പാർക്കിംഗ് ബോർഡുകളായിരുന്നു കണ്ടിരുന്നത് എങ്കിൽ ഇന്ന് നോ പാർക്കിംഗ് ബോർഡുകളാണ് വരുന്നത്. ഇതിപ്പോൾ മെട്രോ സംവിധാനം പോലെ ഓട്ടോറിക്ഷ കോഴിക്കോട് സിറ്റിയിനുള്ളിൽ ഇങ്ങനെ 24 മണിക്കൂർ കറങ്ങിക്കൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ്. പുതിയതായി വരുന്ന വാഹനങ്ങൾക്ക് പെർമിറ്റ് കൊടുക്കുന്നതിന് നിയന്ത്രിച്ചും ഓട്ടോറിക്ഷകളെ ഉൾക്കൊള്ളാൻ പാകത്തിൽ നഗരത്തെ വികസിപ്പിച്ചും ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംരക്ഷിക്കണം എന്ന ആവശ്യം ശക്തമാണ്. ജനം, കോഴിക്കോട്.